ഹലോ, ഗുഡ് ഈവനിങ്. കുറച്ച് നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള സമയവും മൂഡും ഒക്കെ ശരിയായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പല ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു സംവാദത്തെ പറ്റി ഓർത്തിട്ടാണ്. അതായത് രാഹുൽ ഈശ്വറിൻ്റെ പുരുഷ ഇതിനുള്ള കമ്മീഷനെ ഉണ്ടാക്കുന്ന ഇതിലുള്ള ആ ത്വര കണ്ടിട്ട്, അതുപോലെ തന്നെ ആ പെൺകുട്ടി ചെറുപ്പക്കാരനെതിരെ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തു, അതുകൊണ്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്തു, മരിച്ചു എന്നൊക്കെ പറയുന്ന ഈ ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്. കാരണം ജീവിതത്തെ നേരിടാൻ പോലും കഴിയാത്ത ഒരാൾ, ഞാൻ ആ പെൺകുട്ടി ചെയ്തത് ശരിയാണെന്നുള്ള ന്യായീകരണമൊന്നും എനിക്കില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരാൾ നമുക്കെതിരെ ഒരു സർക്കുലേഷൻ ഇട്ടാൽ നമ്മൾ പോയി കടുകിനകത്ത് കയറി ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ ജീവിതം എടുക്കാനോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ചെറുക്കൻ ജീവിക്കാൻ യോഗ്യനയല്ല എന്നാണ്. എൻ്റെ തലയ്ക്ക് എൻ്റെ നേരെ കുതിര കയറാൻ ആരും വരേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ വ്യക്തിപരമായ ഔട്ട്ലുക്കാണ്. കാരണം ജീവിതത്തെപ്പറ്റി ഒരർത്ഥവും വ്യാപ്തിയും ഇല്ലാത്ത ഒരു പയ്യനാണതെന്ന് ഞാൻ പറയും, ഒരു യുവാവാണതെന്ന് ഞാൻ പറയും. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴത്തേക്കും ആത്മഹത്യ ചെയ്യാനും ചാകാനും നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്നേ ചാകണം. അതിശയം തോന്നുന്നു. ഞാൻ മാത്രമല്ല, വേദന അനുഭവിക്കുന്ന അപമാനിക്കപ്പെട്ട ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. ഞാൻ അതിലൊരാളാണ്. ധൈര്യസമേതം എനിക്ക് പറയാൻ പറ്റും. അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ആ പയ്യൻ ചെയ്തത് അവരുടെ അപ്പനും അമ്മയും പറഞ്ഞാലും ഞാൻ പറയും, അവരുടെ അമ്മ തന്നെയാണ് അതിൻ്റെ കാരണക്കാരി. സ്വന്തം മകനെ വളർത്തുമ്പോൾ ജീവിതം ഏത് അപ്പനും അമ്മയും ചെയ്യേണ്ട ഒരു കാര്യം മക്കളെ പടവെട്ടി ജീവിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അതിനാണ് ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രേമിച്ചൊരു പെണ്ണിനെ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണ് എനിക്കെതിരെ അനാവശ്യം പറഞ്ഞു, എനിക്കെതിരെ ഒരു അനാവശ്യം പറഞ്ഞു, ഇത് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഈ ഇന്ത്യയിൽ നിയന്ത്രണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ എല്ലാവരും ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ, ഇല്ലേ? ഞാൻ അതിലൊരാളാണ്. എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും കൂടെ ചേർന്ന്, എൻ്റെ അമ്മയുടെ വീട്ടുകാരും ചേർന്ന് എൻ്റെ അപ്പൻ മരിച്ചു പോയ സമയത്ത് എനിക്ക് ഒരു പിശാചിൻ്റെ കണ്ണുകൾ ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു പുരുഷനെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരികയും, അത് വളരെ പേരുകേട്ട കുടുംബത്തിലെ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് CSI സഭയുടെ ബെഞ്ചമിൻ ബിഷപ്പിൻ്റെ കൊച്ചുമോൻ, തേവർത്തുണ്ടിയിൽ ഫിൽസ് വില്ലയിലെ ജേക്കബ് ഫിലിപ്പിൻ്റെയും ആച്ചിക്കുഞ്ഞിൻ്റെയും മകൻ കോശി ജെ ഫിലിപ്പ് എനിക്ക് ഭർത്താവായിട്ട് വന്നപ്പോൾ, വന്ന അന്ന് തുടങ്ങി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന പല അനുഭവങ്ങളും, അത് എൻ്റെ ക്വൈറ്റ് വ്യക്തിപരമായ അനുഭവങ്ങളാണ്. അതിനെ ക്രിട്ടിസൈസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിലൊരു മഹാനാണ് എറണാകുളം വാഴക്കാലയിലുള്ള ജനറസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ്. അയാൾ എന്ത് കണ്ടിട്ടാണെന്നറിയില്ല, അവരുടെ കുഴപ്പം കൊണ്ടാണ് കോശി ഇങ്ങനെ ആയതെന്ന് പറഞ്ഞ് കെട്ടിച്ചെന്ന ഫസ്റ്റ് ഡേ തുടങ്ങി ഒരു സ്ത്രീ എന്ന് പറയുന്നത് വെറും സെക്സ് ചെയ്യാനും മക്കളെ ഉണ്ടാക്കാനും മാത്രമുള്ള ഉപാധിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷനെ ഞാൻ കാണുന്നത് അന്ന് ആദ്യമായിട്ടാണ്. അതുവരെ ഞാൻ കണ്ട എൻ്റെ അപ്പനിൽ പോലും കണ്ടത് സ്വന്തം ഭാര്യയും മക്കളെയും പോറ്റാനുള്ളത് ചെയ്തു കൊടുക്കണം എന്ന് കാണിക്കുന്ന ആണുങ്ങളെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. അന്നാദ്യമായി ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ എൻ്റെ ചിറകുകൾ ഒടിഞ്ഞുപോയ ദിവസമാണ്. അതിനെനിക്ക് ഒരു ജനറസ് അഡ്വക്കേറ്റിനെയും ബോധ്യപ്പെടുത്തേണ്ട, ഒരു കോടതിയെയും ബോധ്യപ്പെടുത്തേണ്ട, ഒരു പോലീസ് ഓഫീസറെയും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ജീവിതം ഇതുവരെ കൊണ്ടുപോയത്, പിടിച്ചു നിന്ന് പോകാൻ എന്നെ അനുഗ്രഹിച്ചത്, അത് ഞാൻ പഠിച്ച ദൈവിക തത്വശാസ്ത്രങ്ങളിൽ നിന്ന് തന്നെയാണ്. ആ അടിസ്ഥാനം തന്നെയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. യേശു ക്രിസ്തു ഒരിടത്തും ബൈബിളിൽ പറയുന്നില്ല, നീ എൻ്റെ പുറകെ പോരെ, ഞാൻ നിനക്ക് ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഞാൻ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. നീ എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
എൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പുറകെ വന്നോളാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1 പൊളിറ്റീഷ്യൻ ഹൂ വാസ് എ വെരി വെരി ക്ലിയർ മാൻ. ഇത്രയും ക്ലാരിറ്റിയോടുകൂടി തൻ്റെ ഡിസൈപ്പിൾസിന് ആഹ്വാനം കൊടുത്ത ഒരു പൊളിറ്റിക്കൽ ലീഡറോ, ഒരു പൊളിറ്റിക്കലല്ല അല്ലാത്ത ലീഡറോ സ്പിരിച്വൽ ലീഡറിനെയോ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പോൾ അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ അനുഭവിച്ച 2 പെൺമക്കൾക്ക് ജന്മം കൊടുത്തിട്ട് ആ പെൺമക്കളുടെ കാര്യങ്ങൾ പോലും നോക്കാതെ 6 ആക്സിഡൻറ്റ്, എന്നോടൊരു സൈക്കാട്രി ഡോക്ടർ പറഞ്ഞതാണ്, 6 കോൺസിക്യൂട്ടീവ് ആക്സിഡൻറ്റ് ഉണ്ടാക്കി വെച്ച ഒരു പുരുഷൻ. അത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സുഖിക്കപ്പെടാൻ ചെയ്തു കൂട്ടിയതാണ് എന്ന് സൈക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു. എൻ്റെ അമ്മ ഒരു വശത്ത് എന്നെ പഠിപ്പിച്ചിരുന്നത് ഭർത്താവ് കാണപ്പെട്ട ദൈവമാണ്, ഭർത്താവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അങ്ങനെ ഭർത്താവിനെയും മക്കളെയും ഉരുട്ടി പുഴുങ്ങിക്കൊടുത്ത് ഞാൻ നോക്കിയതാണ്. 2 പെൺമക്കൾക്ക് ജന്മം കൊടുത്തു. മൂത്ത മകളെ സ്നേഹ റിബേക്ക കോശി എന്ന് പറയുന്നവളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി എൻ്റെ പുറകെ നടന്നു. തൃക്കോതമംഗലം ജ്യോതിസിലെ, അതായത് ഞാലിയാകുഴിയിലെ തൃക്കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ജ്യോതിസ് എന്ന് പറയുന്ന വീട്ടിൽ അപ്പൻ കുര്യനും അമ്മ സൂസനും. അമ്മ ആരാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? കോട്ടയം മൗണ്ട് കാർമൽ B.Ed കോളേജിലെ ലെക്ചറർ. കെട്ടിയ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു കല്യാണത്തിന് മുമ്പ്, മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞിരുന്നു, സമയമെടുത്ത് ആലോചിച്ച് ചെയ്യൂ. ഇല്ല, അങ്ങ് ഓട്ടി നടന്നായിരുന്നു കല്യാണം നടത്താനുള്ള ആവേശം ഉണ്ടായിരുന്നത്. ഒടുവിൽ എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതാരാ? അവരുടെ മകൻ പാലാ സെൻറ്റ് ജോസഫ്സ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറർ, മെക്കാനിക്കൽ ഡിവിഷനിലെ. M.Tech കഴിഞ്ഞ ഒരുത്തനാ, ഒരു കോളേജ് ലെക്ചറർ, 2 ടീച്ചേഴ്സുള്ളൊരു വീട്ടിൽ 2018 ജാനുവരിയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട എൻ്റെ മകളെ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അവൾ ജന്മം കൊടുത്ത കുഞ്ഞിനെ പോലും കാണാൻ പറ്റാത്ത നിർഭാഗ്യയായ ഒരു അമ്മയാണ് ഞാൻ ഈ നിമിഷം വരെ, ടിൽ ഡേറ്റ്. അത് മാത്രമല്ല, കല്യാണം കഴിപ്പിച്ച് അപ്പൻ ജീവനോടെ ഇരിക്കുമ്പം തേവർതുണ്ടിയിൽ ബെഞ്ചമിൻ ബിഷപ്പിൻ്റെ കൊച്ചുമോനെ എന്നാ പറയുക, രാജയോഗത്തിൽ ഇങ്ങനെ വാഴാൻ വിട്ടിട്ട് പട്ടിയെപ്പോലെ ഓടി നടന്ന് ഹോള് ബുക്ക് ചെയ്യുക, മറ്റത് ബുക്ക് ചെയ്യുക, മറിച്ചത് ബുക്ക് ചെയ്യുക, ഫുഡിന് ബുക്ക് ചെയ്യുക, ഇതെല്ലാം കൺമുമ്പിൽ കണ്ട മകള് പോലും അമ്മയ്ക്ക് പ്രാന്താണെന്ന് പറയുക. അവളുടെ വീട്ടുകാർ പറയുക, അവൾ കെട്ടിച്ചെന്ന വീട്ടിൽ 2 അധ്യാപകരുണ്ട്. എന്നിട്ട് പോലും ഈ കല്യാണം നടത്താൻ എൻ്റെ പുറകെ നടന്ന ആ സ്ത്രീക്ക് പോലും ഒരു ഉളുപ്പുമില്ല എനിക്ക് പ്രാന്താണെന്ന് പറയാൻ മറ്റുള്ളവരോട്. മനസ്സിലായോ? അവരുടെ ഈ ഡോൺ ജോർജ് കുര്യൻ എന്ന് പറയുന്ന എൻ്റെ മകളുടെ ഭർത്താവ്, അവൻ്റെ അപ്പം പറയുകയാണ്, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ സ്വരച്ചേർച്ചയില്ലെന്ന് അറിഞ്ഞിരുന്ന ഈ കല്യാണം നടത്തില്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് സെൻറ്റ് മേരീസ് ദെറായ പള്ളിയിലെ വിവാഹം നടക്കുന്ന സമയത്ത് സ്തോത്ര കാഴ്ചയിടാൻ ഞങ്ങൾ സ്നേഹയ്ക്ക് 2500 രൂപ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും കൂടെ ഡോണിന് കൊടുക്കണേ എന്ന് പറയാൻ ഈ അമ്മ, അതായത് മൗണ്ട് കാർമൽ B.Ed കോളേജിലെ ലെക്ചറർ, അവർ PhD എടുത്ത ആളാണ്. ഏത് സബ്ജക്റ്റിലാണ് PhD എന്നറിയാവോ? എഡ്യൂക്കേഷൻ ഫോർ വിമൻസ് എംപവർമെൻറ്റ്. എങ്ങനെയുണ്ട്? PhD എടുത്തത് എഡ്യൂക്കേഷൻ ഫോർ വിമൻസ് എംപവർമെൻറ്റ്. എന്നിട്ട് കാണിക്കുന്നത് പോക്കൃത്തരവും. സ്വന്തം മകനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഒരു തള്ള, പെറ്റ തള്ള, അതും ഒരു സിംഗിൾ പേരൻ്റ് ആയിട്ട് നോക്കുത്തി പോലൊരു ഭർത്താവിനെ വെച്ചിട്ട് മിണ്ടാതെ സഹിച്ച് കടിച്ചമർത്തി ജീവിച്ചത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ വീട്ടുകാരെ ബോധ്യപ്പെടുത്താനോ അല്ല, ജന്മം കൊടുത്തുപോയ, അറിയാതെ ജനിച്ചുപോയ 2 പെൺമക്കളെ രക്ഷപ്പെടുത്താനായിട്ടാണ്. ചിറകൊടിഞ്ഞ 2 ചിറക് ഒരുപോലെ ഒടിഞ്ഞു പോയി എന്ന് വിവാഹത്തിൻ്റെ ആ ആഴ്ചകളിൽ തന്നെ ഉറപ്പായിട്ടു. അറിയാതെ ജനിച്ചുപോയ 2 കുഞ്ഞുങ്ങളെ, അതും പെൺകുട്ടികളെ പറത്തിവിടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ പോലും അറിയുന്നത് എൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനൊരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയുന്നത്. എന്നിട്ട് അതുപോലെ വളർത്തിയെടുത്ത് അതുപോലെ പള്ളിക്കാർ, കാക്കനാട്
ക്രിസ്തോസ് മാർത്തോമ ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനും അറിയാം, അവരെല്ലാം കല്യാണം കൂടാൻ വന്നവരാണ്. ആരാണ് ബസ് അറേഞ്ച് ചെയ്തത്? ആരാണ് പള്ളിക്കാർക്ക് വേണ്ടി ബസ് അറേഞ്ച് ചെയ്തത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങളാണ്. പക്ഷെ ഞാൻ കണ്ടില്ല, ഒരു പള്ളിക്കാരനെയും കണ്ടില്ല, ഒരച്ഛനെയും കണ്ടില്ല, ഒരു കപ്പിയാരെയും കണ്ടില്ല, ഒരു ദൈവത്തെ ഒരു തിരുമേനിയെയും കണ്ടില്ല ഈ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. എല്ലാത്തിലുപരി മകളുടെ ആദ്യത്തെ പ്രസവം എടുക്കാൻ തടപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട് ഹിന്ദിയിൽ. അതായത് അത്രയേറെ മോഹിച്ച ഒരമ്മ, മകളുടെ സ്വന്തം മകളുടെ ആദ്യത്തെ പുത്രിയുടെ അവളുടെ ആദ്യത്തെ പ്രസവം എടുക്കാൻ മോഹിച്ചൊരു അമ്മയാണ് ഞാൻ. അതുപോലും മകൾ ഉൾപ്പെടെ എന്തിനിങ്ങനെ ചെയ്തു എന്ന് പോലും അറിയാത്തൊരമ്മയാണ് ഞാൻ. അപ്പോൾ 2018 അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ടിൽ ഡേറ്റ് ഈ പറയുന്ന ജ്യോതിസ് എന്ന് പറയുന്ന തൃക്കോതമംഗലം ചിറത്തിലാട്ടെ ജ്യോതിസ് എന്ന് പറയുന്ന വീട്ടിലെ കുര്യൻ്റെയും സൂസൻ്റെയും മകൻ ഡോൺ ജോർജ് കുര്യൻ കല്യാണം കഴിച്ച് എൻ്റെ മകൾ സ്നേഹ റിബേക്ക കോശി, എൻ്റെ തന്നെ വിത്ത. അവിടെ ഞാൻ എൻ്റെ മാതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഞാൻ ഇത്രയും ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇത്രയും അധംപതിക്കാൻ എൻ്റെ മകൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഒരപ്പനും അമ്മയും മക്കളെ വളർത്തുന്നത് അവരുടെ ഒരു കടമയാത്രേ. അവൾ എനിക്ക് പറഞ്ഞു തന്നത്, അവളും അവളുടെ ഭർത്താവ് ഒന്നിച്ചു പറഞ്ഞു തന്നതാണ്. 96 വയസ്സ് വരെ ജീവിച്ച എൻ്റെ അമ്മ പോയതിൻ്റെ വേദനയും, അമ്മയെ ഇത്രയും 5 വർഷം റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് അമ്മയെ നോക്കിയതിൻ്റെ ഒരു ആത്മസംതൃപ്തിയുള്ള ആളാണ് ഞാൻ. എന്നോട് അവൾ പറയുകയാണ്, അപ്പൻ്റെ അമ്മയുടെയും കടമയാത്രേ മക്കളെ നോക്കുന്നത്. എന്നിട്ട് അവളുടെ അപ്പനോട് എന്താ അവൾ കടമ ചോദിക്കാഞ്ഞേ? ഒരൊറ്റ സ്കൂൾ ഫീസോ ഒറ്റ കോളേജ് ഫീസോ അവളോട് അപ്പനോട് ചെന്ന് ചോദിക്കുക. എൻ്റെ കയ്യിൽ ബുദ്ധിമുട്ടുണ്ട്, വീടിൻ്റെ ലോൺ, കാറിൻ്റെ ലോൺ, ഇതെല്ലാം അടയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം പഠിപ്പിക്കാനും. രാജഗിരി കോളേജിൽ അവളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല അവൾ BEdന് ചേർന്നത്, അമ്മയുടെ ക്വാളിറ്റി കൊണ്ട് കിട്ടിയതാ, അമ്മയുടെ കഴിവ് കൊണ്ട്. അല്ലാതെ പഠിച്ചങ്ങ് മിടുക്കിയായിട്ട് രാജഗിരിയിൽ അഡ്മിഷൻ കിട്ടിയതൊന്നുമല്ല. എന്നിട്ട് ഒരമ്മയുടെ മുഖത്ത് നോക്കി അവളും അവളുടെ ഭർത്താവെന്ന് പറയുന്ന കോളേജ് ലെക്ചററാണ് പറയുന്നത്, അപ്പൻ്റെ അമ്മയുടെ കടമയാണ് മക്കളെ വളർത്തുന്നത് എന്നാര് പറഞ്ഞു നിങ്ങളോട്? ഒരാൾക്കും ഒരാളോടും കടമയൊന്നുമില്ല. സ്വന്തം മനസാക്ഷിയുടെ പേരിലാണ് അത് ചെയ്യുന്നത്. അപ്പനാണ് മക്കളെ നോക്കേണ്ടത്, കുടുംബം നോക്കേണ്ടത്. അതിന് പറ്റത്തില്ല. 2000 തൊട്ട് 2009 വരെ വീട്ടിൽ ചോറിയും കുത്തിയിരുന്ന് വാങ്ങിച്ചു കൊടുത്ത കമ്പ്യൂട്ടറിൽ ചീട്ടും കളിച്ചിരുന്ന തേവർത്തുണ്ടിയിൽ ബെഞ്ചമിൻ ബിഷപ്പിൻ്റെ കൊച്ചുമോൻ ഫിൽസ്വില്ലായാലെ ജേക്കബ് ഫിലിപ്പിൻ്റെയും ആച്ചിക്കുഞ്ഞിൻ്റെ മാവേലിക്കര മുളക്കിലെ ആച്ചിക്കുഞ്ഞിൻ്റെയും മകൻ കോശി ജെ ഫിലിപ്പ് എന്തിനായാലും 2000 തൊട്ട് 2009 വരെ വീട്ടിൽ കയറിയിരുന്നു. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തിട്ട് അതുപോലും ഇരുന്ന് ചീട്ട് കളിക്കുകയായിരുന്നു. ഇതാണോ കുടുംബ മഹിമ? ഇതെല്ലാം എന്നിട്ട് ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞ് 4 വർഷം കല്യാണാലോചനയും കല്യാണം നടത്തി കൊടുത്തിട്ട് പറയാണ് അമ്മയ്ക്ക് ഭ്രാന്താണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഈ പയ്യൻ ആത്മഹത്യ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ആ പെണ്ണിട്ടത് കൊണ്ടാണ്. അപ്പം ഞങ്ങളൊക്കെ എന്നേ ആത്മഹത്യ ചെയ്യണം എൻ്റെ കുഞ്ഞെ. 1991 എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഈ വൃത്തികെട്ടൊരു മനുഷ്യൻ്റെ ഒപ്പം തുടങ്ങിയ ജീവിതം, ദ ഡേ 1 ഓൺവേർഡ്സ് ഐ വാസ് സ്ട്രഗ്ലിങ് ലൈക്ക് എനിത്തിങ്. ഒറ്റ പ്രാർത്ഥനയേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് അയാളുടെ തന്നെ ഉപ്പാപ്പനോട് ഞാൻ പറയുകയും ചെയ്തു. പള്ളത്തുള്ള പിന്നെ അമ്മിണി ഫിലിപ്പിൻ്റെ ഹസ്ബൻഡ്, ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പൻ, അദ്ദേഹത്തോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ കയറിയ ഈ കപ്പൽ മുങ്ങാതെ മറുകരയ്ക്ക് എനിക്ക് എത്തിക്കണം. ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, ജോൺ അച്ഛൻ, കാക്കനാട് മാർത്തോമ പള്ളിയിലെ ക്രിസ്തോസ് മാർത്തോമ പള്ളിയിലെ അച്ഛൻ ആയിരുന്ന, സർവീസ് എടുത്തിരുന്ന ജോൺ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, ഏണി കയറാൻ അറിയാവുന്നത് ഭർത്താവിനാണേ ഭർത്താവ്, അല്ല ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അറിയാവുന്ന ആൾ കയറണം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം തകരാതെ കൊണ്ടുപോകേണ്ടത് ആരെങ്കിലും ഒരാളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് എല്ലാ അവഹേളനകളും സഹിച്ച്
എൽ ആരുടെയൊക്കെ പ്രതികരണങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ജനറസ് എന്ന് പറയുന്ന മഹാനായ അഡ്വക്കേറ്റിൻ്റെ പ്രസംഗം വരെ അയാൾ ആരാ എൻ്റെ ജീവിതത്തെ പറ്റി പ്രതികീർത്തിക്കാൻ? എൻ്റെ ജീവിതം, ഞാൻ കടന്നു വന്ന വഴികൾ, അത് എൻ്റെ മാത്രം സ്വത്താണ്. അതുകൊണ്ട് ഒരവനും പറയുന്ന ഒരവളും പറയുന്ന കേട്ടിട്ടല്ല നമ്മുടെ ജീവിതം നമ്മൾ നയിക്കേണ്ടത്. ഈ മരിച്ച് ആത്മഹത്യ ചെയ്ത ചെറുക്കൻ ഈ പെണ്ണിൻ്റെ ഇത് കേട്ടിട്ട് ആത്മഹത്യ ചെയ്തുവെങ്കിൽ ഞാൻ പറയും ഹീസ് എ പേഴ്സൺ ഹൂ ഷുഡ് ഡൈ. കാരണം അവൻ ജീവിക്കാൻ അർഹനല്ല. അതിനേക്കാൾ എത്രയോ കഷ്ടപ്പാടുകളുള്ള എത്രയോ പേരിവിടെ അപമാനിതരായിട്ട് ജീവിക്കുന്നു. എത്ര പേര്? അതിലൊരാളാണ്, ഒരാൾ മാത്രമാണ് ഞാൻ. സ്വന്തം വളർത്തിയെടുത്ത്, അപ്പൻ വളർത്താതെ അപ്പൻ നോക്കാതെ വളർത്തിയെടുത്തൊരു മകൾ സ്നേഹ റെബേക്ക കോശി. അവളുടെ എഡ്യൂക്കേഷൻ തൊട്ട് എല്ലാത്തിനും, അവളുടെ സ്കൂളിൽ വരെ എല്ലാവർക്കും അറിയാം. അപ്പനെ കണ്ടിട്ടുണ്ടോ സ്കൂളുകാരെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും, പള്ളിക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഈ അപ്പനെന്ന് പറയുന്ന ലേബൽ മാത്രമല്ലാതെ എവിടെയെങ്കിലും ആക്ടിവിറ്റിയിൽ ഈ അപ്പനെ കണ്ടിട്ടുണ്ടോ എന്ന്. നിർഗുണ പരപരമനായ ഒരു അപ്പനെയും കൈ വെച്ചിട്ട് അവളുടെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും കുഴിച്ചു മൂടിയിട്ടാണ് 2 മക്കളെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചത്. അത് ഉള്ളിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചത്. ട്രാൻസ്ഫർ ജോബിൽ, സെൻട്രൽ ഗവൺമെൻറ് ജോബാകുമ്പം ട്രാൻസ്ഫർ വരാറുണ്ട്. അവിടെ പോയി കരഞ്ഞു പിഴിഞ്ഞ്, സാറേ എനിക്ക് 2-3 പിള്ളേരുണ്ട് സാറേ, എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കില്ലേ സാറേ എന്ന് പറഞ്ഞ് കരഞ്ഞ പെണ്ണുങ്ങളെ എനിക്കറിയാം. അതെന്താ 3 പിള്ളേരുണ്ടാകുന്നത് ഓഫീസേഴ്സിൻ്റെ കുറ്റം കൊണ്ടാണോ? സ്വന്തം കുറ്റം കൊണ്ടല്ലേ? എന്നിട്ട് പോലും ട്രാൻസ്ഫറിന് ചെയ്യുന്ന സിമ്പതി ട്രാക്കിൽ വാങ്ങിക്കുന്ന പെണ്ണുങ്ങളെ എനിക്കറിയാം. എൻ്റെ ഈ സിമ്പതി ട്രാക്ക് ഞാൻ ഒരിടത്തും ചോദിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ജീവിതം എന്ന് പറയുന്നത് എളുപ്പത്തിലുള്ളതല്ല സാധനം. അത് പൊരുതി ജയിക്കാനുള്ളതാണ്. അത് ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് സെക്കൻഡറിയാണ്. പൊരുതി തന്നെ മുന്നോട്ട് പോകാനുള്ളതാണ്. അതിൽ ഭാവന എന്ന് പറയുന്ന നടിയെ ഞാൻ സാഷ്ടാംഗം നമിക്കുകയാണ്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സ് വരെ അവളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഭാവനയെ. അവളെ റേപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ട്. അത് പെണ്ണുങ്ങൾ, എനിക്കവരുടെ പേര് നല്ലതായിട്ട് ഓർമ്മയില്ല. ഒരു ഹയർ പോലീസ് ഓഫീസറാണ്, ഒരു ലേഡിയാണ് ഇത് പറയുന്നത് കേട്ട, ട്രിവാൻഡ്രംകാരി. ഭാവന ആരും റേപ്പ് ചെയ്തിട്ടില്ല, അവൾ അതുണ്ടാക്കി പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ക്രിറ്റിസിസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട്, ഒരുപാട് പുരുഷന്മാരുമുണ്ട്. ഇപ്പം രാഹുൽ ഈശ്വർ വന്നിട്ട് ആണുങ്ങൾക്ക് വേണ്ടി ഒരു സമിതി ഉണ്ടാക്കുക. ഈ പെണ്ണുങ്ങളിൽ എത്ര പേർക്കാണ് നീതി കിട്ടിയിട്ടുള്ളത്? നീതി കിട്ടാത്ത ഒരാളാണ് ഞാൻ അവരിൽ ഒരാളാണ്. ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ, കെട്ടിച്ചു വിട്ട വീട്ടിൽ ഞാനാണ് അവളെ കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊണ്ടാക്കിയത്. പെട്ടിയും കിടക്കയും വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ ആക്കിയത്. എന്നിട്ട് അവസാനം ഞാൻ അവിടെ ഒരാവശ്യത്തിന് അവളോട് പറയാൻ ചെന്ന് അവരുടെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് ഒരു കാര്യം പറയാൻ ചെന്നപ്പോൾ പുണ്ടാച്ചി മോളെ എന്ന് വിളിച്ചത് ഡോൺ ജോർജ് കുര്യൻ എന്ന് പറയുന്ന പാലസ് സെൻറ്റ് ജോസഫ്സ് കോളേജിലെ മെക്കാനിക്കൽ ഡിവിഷനിലെ ലെക്ചററുടെ അപ്പനാണ്. അയാളുടെ ഭാര്യയാണ് മൗണ്ട് കാർമൽ B.Ed കോളേജിലെ ടീച്ചർ സൂസൻ. അതായത് ഞാലിയാകുഴിയിലെ തൃക്കോതമംഗലത്ത് ചെറുത്തിലാട്ടെ ജ്യോതിസ് എന്ന് പറയുന്ന വീട്ടിലെ കുര്യൻ. അയാളും അയാളുടെ ചേട്ടനും കൂടിയുള്ള പെർഫോമൻസ് ആയിരുന്നു ഈ പുണ്ടാച്ചി മോളെ മൈരേ എന്നുള്ള വിളി. കെട്ടിച്ചു വിട്ട പെണ്ണിൻ്റെ തള്ള ചെല്ലുമ്പോൾ പറയുന്ന ഭാഷ. അപ്പോഴും ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന്. ഇല്ല, ഞാൻ പോയി എറണാകുളം എത്താറായപ്പം വാകത്താനം പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു അനിൽ വർമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ്. നിങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലരുത്. പോലീസിന് എന്നാ കാര്യം എന്നോട് പറയാൻ അവരുടെ വീട്ടിൽ ചെല്ലരുതെന്ന്? ഞാൻ ആ പോലീസിനോട് ഒരൊറ്റ റിക്വസ്റ്റേ മുമ്പിൽ വെച്ചുള്ളൂ. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം, അവിടെ പോകാതിരിക്കാം. പോലീസ് ഒരു കൊച്ചിനെ ഞാൻ വഴിയിലിട്ടിട്ട് പോയാൽ ഇതേ പോലീസ് വരും, നിങ്ങളുടെ കൊച്ചല്ലേ, നിങ്ങൾ എന്നാ തള്ളേ ഇതിനെ ഇട്ടിട്ട് പോയെന്ന്. അതേ പോലീസിനോട് തള്ളെ അടിച്ചിറക്കിയ പോലീസിന് പറയാനൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങളവിടെ ചെല്ലരുത്. ഞാൻ അനിൽ വർമ്മ എന്ന് പറയുന്ന വാകത്താനം പോലീസിനോട് ഞാൻ ഇതേ പറഞ്ഞുള്ളൂ. എൻ്റെ മകളാണെന്നാണ് എൻ്റെ അറിവ്. ഞാനാണത് കെട്ടിച്ചു കൊടുത്തത്. ആ കെട്ടിക്കുന്നതിനെ എന്നെ പിച്ചി പറിക്കുന്ന പോലെ ആ ഡോൺ ജോർജ് കുര്യൻ്റെ തള്ളയാണ് ആ വീട്ടിലെ ഏക ഇത്. ഒരു കൊച്ചിന് പിന്നെ കെട്ടിക്കുമ്പം
ചെറുക്കനെയും പെണ്ണിനെയും കെട്ടിക്കുമ്പം പെണ്ണിൻ്റെ തന്തയും ചെറുക്കൻ്റെ തന്തയും കൂടിയാണ് സ്തോത്രകാഴ്ച തീരുമാനിക്കേണ്ടത്. അതിന് വരെ എൻ്റെ തല പിച്ച് കീറിയ ആ സ്ത്രീയാണ് ഈ ഡോൺ ജോർജ് കുര്യൻ്റെ അമ്മ. അപ്പോൾ ഞാൻ അനിൽ വർമ്മ എന്ന് പറയുന്ന പോലീസിനോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അവളോട് പറയൂ, അവൾക്ക് ഈ ജന്മം അമ്മയായിട്ട് യാതൊരു ബന്ധവും. അമ്മയുടെ ഒരു സ്വത്തും എനിക്ക് വേണ്ട, അമ്മയുടെ ഒരു സാധനവും എനിക്ക് വേണ്ട, എനിക്കവരെ അറിയില്ല. മുദ്രപത്രത്തിൽ എഴുതി തരൂ. അല്ലാതെ ചത്ത് കഴിയുമ്പം അമ്മയുടെ വീതം വാങ്ങിക്കാൻ ഇവളും ഇവളുടെ വീട്ടുകാരും വരുന്നത് ശരിയാണോ? അല്ലല്ലോ. ഒരമ്മ ഭ്രാന്തിയാണ്. 2018 തൊട്ട് ഇന്ന് 2026 വരെ വന്ന് നിൽക്കുമ്പോൾ ആ അമ്മയെ ഉപേക്ഷിക്കുന്ന ഒരു മകൾക്കും അവളുടെ വീട്ടുകാർക്കും എന്താണ് മാന്യമായിട്ട് ചെയ്യാനുള്ളത്? മുദ്രപത്രത്തിൽ എഴുതി അമ്മ ഈ സ്ത്രീയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നും ഇവരെ ഞാൻ അറിയില്ല എന്നും ഇവരുടേതായ യാതൊരു അവകാശങ്ങളും എനിക്ക് വേണ്ട എന്നും മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് അനിൽ വർമ്മ എന്ന് പറയുന്ന വാകത്താനം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് അപ്പം അനിൽ വർമ്മ എന്നെ വിളിക്കണം, നിങ്ങൾ ഇനി അവരുടെ വീട്ടിൽ പോകരുതെന്ന്. ഇതാണ് ഞാൻ അനിൽ വർമ്മ എന്ന് പറയുന്ന പോലീസുകാരൻ, വാകത്താനം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന് കൊടുത്ത മറുപടി. ഇന്നേക്ക് ഈ നിമിഷം വരെ ഈ പോലീസുകാരൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നാട്ടിൽ പലരും പലതും പറയും. ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായത്. അല്ലാതെ നാട്ടിൽ നടക്കുന്ന അവനും ഇവനും ഒക്കെ നമ്മളെപ്പറ്റി എന്തു പറയുന്നു, ചെയ്തു കൊടുത്തതിനെപ്പറ്റി നന്ദിയും എന്നാ പറയുക വികാരങ്ങളും ഇല്ലാത്ത ഒരു പുരുഷൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മറുപടി കൊടുക്കുന്നത് എൻ്റെ ജോലിയല്ല. അതിന് ഞാൻ പോയി തൂങ്ങിച്ചാവേണ്ട കാര്യമില്ല. ഇവിടെ ഈ ചെറുക്കൻ ചെയ്തത്, ഈ ആത്മഹത്യ ചെയ്ത് ഏതോ ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ അവനെപ്പറ്റി ഫോട്ടോ എടുത്തിട്ടു എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ചെറുക്കനെ 4 അണയ്ക്ക് കൊള്ളില്ല എന്ന് ഞാൻ പറയും. അതേ ഞാൻ പറയൂ. അവനെ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവൻ പഠിച്ചത് മുഴുവൻ വേസ്റ്റാണ്. എൻ്റെ ജീവിത പരിജ്ഞാനവും ഞാൻ പഠിച്ച തത്വശാസ്ത്രങ്ങളും ഞാൻ പഠിച്ച സ്കൂളിങ്ങും കോളേജും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഇറ്റ്സ് എ സർവൈവൽ മെറ്റീരിയൽ. പള്ളി എന്ന് പറയുന്നതും സർവൈവൽ മെറ്റീരിയലാണ്. ഡിസിപ്ലൈൻ ചെയ്യാനാണ്, ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെയും ഡിസിപ്ലിൻ ചെയ്യാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞതാ, BEd കോളേജിലെ ഒരു ലെക്ചർക്ക് അവരുടെ വീട്ടിലെ അവരുടെ മകൻ കെട്ടിക്കൊണ്ട് വന്ന പെൺകുട്ടിയെ അവളുടെ വളർത്തി വിട്ട് 26 വയസ്സ് വരെ അവളെ വളർത്തിയ തള്ളയെ നോക്കാനും അവരുടെ അടുത്ത് എന്നൊന്ന് വല്ലപ്പോഴുമെങ്കിലും നിന്ന് കാണാനും പറയാനുള്ള മാന്യതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചെറുതിലാട്ടെ ജ്യോതിസിലെ മറ്റിടത്തെ ആണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? PhD എടുത്ത് എഡ്യൂക്കേഷൻ ഫോർ വിമൻസ് ലിബറേഷൻ എംപവർമെൻ്റ് എന്നും പറഞ്ഞുള്ള PhD ഹെഡിങ്ങും ഉണ്ട് അവരുടെ കയ്യിൽ. യൂസ്ലെസ് ഇറ്റ് ഈസ്. ആരെയോ തേമ്പി കൊടുത്തിട്ട് കിട്ടിയ പിന്നെ PhD ആണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ പഠിച്ചതും ഞാൻ PhD എടുത്തതും ഈ സബ്ജക്റ്റ് ആണെങ്കിൽ, എഡ്യൂക്കേഷൻ ഫോർ ദി എംപവർമെൻറ്റ് ഓഫ് വിമൻ എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ PhD എടുത്തതെങ്കിൽ എനിക്കതിനെപ്പറ്റി കുറച്ചെങ്കിലും ഗ്രാഹ്യമുണ്ടായിരിക്കണം, ആ സബ്ജക്റ്റിനെ പറ്റി. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ അവരൊരു അമ്മായിമ്മയായാൽ അവരെന്താ ചെയ്യേണ്ടത്? മോളെ, ഈ സപ്പോസ് എൻ്റെ മകൾ പറഞ്ഞാൽ തന്നെ, മോളെ അങ്ങനെ അല്ല, 26 വയസ്സ് വരെ നിന്നെ വളർത്തിയത് ആ അമ്മയാണ്. ഈ കല്യാണാലോചനയിൽ ത്രൂ ഔട്ട് ഞാൻ സ്നേഹയുടെ അമ്മയായിട്ടായിരുന്നു ട്രാൻസാക്ഷൻ. അതെല്ലാവർക്കും അറിയാം. വെറും നോക്കൂത്തിയായിരുന്നു ഭർത്താവെന്നും എൻ്റെ ബന്ധുക്കൾക്ക് അറിയാം, പള്ളിയിലുള്ളവർക്ക്, ക്രിസ്തോസ് മർത്തോമ ചർച്ചിലെ പള്ളിക്കാർക്കറിയാം, ഈശോ വർഗീസ് അച്ഛൻ അറിയാം, സാർവർക്കും അറിയാം. വെറും നോക്കൂത്തിയായിട്ടായിരുന്നു. പിന്നെ ലൂർദ് ഹോസ്പിറ്റലിലെ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പോകുന്നത് എൻ്റെ ഇളയ മോളുടെ ഫിഷറീസിൻ്റെ അഡ്മിഷന് എടുക്കാനാണ്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയത്. അതിൻ്റെ വിറ്റ്നസ് കണ്ടയാൾ ഈശോ വർഗീസ് അച്ഛനാണ്, മാർത്തോമ പള്ളിയിലെ. അപ്പോൾ എനിക്ക് കഴപ്പുണ്ടായിട്ടാണോ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നേ? നിവൃത്തികേട് കൊണ്ടാ. 2 പെൺമക്കളുടെ തള്ളയായി പോയതിൻ്റെ നിവൃത്തികേട്. അതൊരു 2 പെൺകുട്ടികളുടെ അമ്മയാകുമ്പോൾ ദാറ്റ് ഈസ് സംതിങ് വെരി ഡേഞ്ചറസ് ആൻഡ് വെരി സീരിയസ്. ഒരു പക്ഷേ ഡിപ്രഷനിലേക്ക് പോകാമായിരുന്ന, തകർന്നു പോകാമായിരുന്ന, തരിപ്പണമാകാമായിരുന്ന എൻ്റെ ജീവിതം. സ്റ്റിൽ ഐ ആം റിമൈനിങ്. വൈ യു നോ?
You ask me? I never bother about any damn person and any damn person's comments because എൻ്റെ മനസ്സാക്ഷിയോട് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. ആ മനസ്സാക്ഷി തരുന്ന ഉത്തരം അതിന് ബിലീഫ് സിസ്റ്റങ്ങൾ കറക്റ്റായിരിക്കണം. ഞാൻ പഠിച്ച ഫൗണ്ടേഷനിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. നീ പോകേണ്ടുന്നത് സ്ട്രഗിളിങ് പീരീഡിലൂടെയാണ്. അല്ലാതെ ഒരു കർത്താവും പറഞ്ഞിട്ടില്ല നീ ഇങ്ങോട്ട് എൻ്റെ പുറകെ പോരെ, ഞാൻ നിനക്ക് അങ്ങ് സോപ്പിട്ട് പതപ്പിച്ച് തരാം. ഇപ്പം അവിടെ ഓരോ കവലയിൽ നിന്ന് ഓരോരുത്തരും പറയുന്നത് നിനക്ക് ഇപ്പം ഞാൻ സൗഖ്യം തരാം, ഇപ്പം ഞാൻ നിനക്ക് അത് തരാം, ഇത് തരാം. ഒരു ബൈബിൾ സേസ് ദ ട്രൂത്ത്. ഇഫ് യു വോണ്ട് ടു ഫോളോ മീ, യു ബി റെഡി ടു ടേക്ക് അപ്പ് മൈ ക്രോസ്. അതാണ് ജീവിതം, അതാണ് ജീവിതം. ആ ജീവിതം ജീവിക്കാൻ അറിയാത്തവൻ മരിക്കാൻ എന്തുകൊണ്ടും അർഹനാണ്. അതിന് ഏത് കമ്മീഷൻ നിങ്ങൾ ഉണ്ടാക്കിയാലും അതിന് യാതൊരു പ്രയോജനവും ഇല്ല. ഞാനിവിടെ ഒരു സ്ത്രീപക്ഷവാദിയായിട്ടോ ഒരു പുരുഷപക്ഷവാദിയായിട്ടോ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ എല്ലാ സ്ത്രീകളോടും എൻ്റെ പെൺമക്കളോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് നിങ്ങൾ രാത്രി 10 മണിക്ക് 8 മണിക്ക് ശേഷം വഴിയിലിറങ്ങി തേണ്ടുന്ന എൻ്റെ ആവശ്യം എന്നാ ആവശ്യമുള്ളത്? ഞാൻ കാക്കനാട് പ്രദേശത്ത് കാണാറുണ്ട്, പെരുവഴിയിൽ 3 മണി വെളുപ്പിനെയും രാത്രി 12 മണി വരെയും ഒരു ബൈക്കിലൊരുത്തൻ വന്നിരിക്കും, അവൻ്റെ മടിയിലൊരു പെണ്ണിരിക്കും. ഇത് പള്ളിപ്രമാണികളുടെ മക്കൾ തന്നെയാണ് ഇതൊക്കെ. ഞാൻ BMC കോളേജിലെ മാനേജറച്ചനോട് ഞാൻ ചോദിച്ചതാണ്. ഒരു പാമ്പ്, നമ്മൾ ഏറ്റവും നികൃഷ്ട ജീവിയായിട്ട് കാണുന്ന പാമ്പ് പോലും മനുഷ്യരുള്ളിടത്ത് വന്നിട്ട് നല്ല ഇണ കൂടുന്നത്. ഇപ്പം കാക്കനാടും നല്ല എവിടെ നോക്കിയാലും പെരുവഴിയിലിരുന്ന ആണും പെണ്ണും കൂടെ ഇത് കാണിക്കുന്നത്. നിങ്ങൾ എന്നതാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങളൊരു റൂം എടുത്തിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യേ. പബ്ലിക് റോഡിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തിനാണ്? എന്നിട്ട് പിന്നെ സ്ത്രീ സമത്വം, ആരാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് സ്ത്രീ ഇങ്ങനെയാണ് സമത്വം കാണിക്കേണ്ടതെന്ന്? ആരാണ് പറഞ്ഞു തന്നത്? ഒരാൾ അയാളുടെ വ്യക്തിപരമായ അപ്രോച്ചിൽ വരുമ്പോഴാണ് ഞാൻ സ്ട്രോങ് ആണെന്ന് കാണിക്കേണ്ടത്. എനിക്കറിയാം ഓഫീസുകളിൽ ട്രാൻസ്ഫർ വരുമ്പോൾ, പ്രമോഷൻ വരാറാവുമ്പോൾ വലിയ ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ പോയി നിന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് നിന്ന് ട്രാൻസ്ഫറും പ്രൊമോഷനും ഒക്കെ വാങ്ങിച്ചവരെ എനിക്കറിയാം പേഴ്സണലി. അപ്പോൾ ഈ മീറ്റു പറഞ്ഞുകൊണ്ട് നടക്കുന്ന പലരും ഉണ്ട്, എൻ്റെ അറിവിലുള്ള പലര്. ആവശ്യമുള്ളപ്പം പുരുഷന്മാരുടെ അടുക്ക മുട്ടി മുടങ്ങി നിൽക്കുമ്പോൾ ഓർക്കണം, അവർ ഫ്രീ ആയിട്ടൊന്നും സർവീസ് ചെയ്തു തരില്ല, അവരങ്ങനെയൊക്കെ അഭിനയിക്കും. ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുണ്ടോ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരാൾ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഒബ്ലിഗേഷൻ ഉണ്ടാക്കി വെക്കാതെ ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് പുരുഷനായാലും കൊള്ളാം, സ്ത്രീ ആയാലും കൊള്ളാം. രാത്രി 8 മണിക്ക് ശേഷം വഴിയിലിറങ്ങി നടക്കേണ്ട ഒരാവശ്യവും ഒരാൾക്കുമില്ല. അഥവാ ഉണ്ടെങ്കിൽ യു കോൾ സം ഓഫ് യുവർ ഫ്രണ്ട് ആൻഡ് ഗോ ദെയർ. അല്ലാതെ സ്ത്രീ സമത്വവും, ഈ സ്ത്രീ സമത്വത്തിന് കരയുന്ന പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ സ്ത്രീ സമത്വം കളയുന്നതാരാ? സ്ത്രീ തന്നെയല്ലേ? സ്വന്തം മകനെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ആ മകൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം, അവൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം, അവളുടെ ഭാര്യ അമ്മയുടെ വീട്ടിൽ പോകരുത്. ഇത് കാണിക്കുന്നതും സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഒരു കാര്യം എല്ലാ പെൺകുട്ടികളും, എന്നെ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം, ഈ സ്ത്രീ സമത്വവും ഫെമിനിസവും ഒക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പ്രകൃതി തന്ന ഒരു നിയമം, അത് സമൂഹം സൃഷ്ടിച്ചതല്ല, പ്രകൃതി ഇട്ട നിയമമാണ്. എന്താണത്? പണ്ട് എൻ്റെ ഓഫീസിൽ രാത്രി 11:30 ഇറങ്ങി നടന്ന ഒരു സ്ത്രീയെ എനിക്ക് ഓർമ്മയുണ്ട്. അവരിന്ന് ഭൂമിയിലില്ല. മരിച്ചുപോയവരെ പറ്റി പറയരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എങ്കിലും പറയുകയാണ്. രാത്രി 1:30 മണിക്ക് ക്ലോസ് ഡൗൺ കഴിഞ്ഞിട്ട് രാത്രി തനിയെ ഇറങ്ങി നടന്നിട്ട്, കാരണം എന്നാ, കാർ ഓർഡർ ഇടാൻ പലവട്ടം ആ സ്ത്രീയോട് ഡ്രൈവേഴ്സ് ആവശ്യപ്പെട്ടിട്ടും കാർ ഓർഡർ എല്ലാവരും ഇടും, അവർ മാത്രം ഇടില്ല. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു കൊണ്ടുവിടാൻ പറ്റത്തില്ല കാർ ഓർഡർ ഇല്ലാത്ത. ഇറങ്ങി നടന്നു രാത്രി 1:30 മണിക്ക് അവർ സമർത്ഥയായിട്ട്. പിറ്റേ ദിവസം രാവിലെ വന്ന് 10:30 മണിക്ക് ഞാൻ അവിടെ നിൽക്കുമ്പം സ്ത്രീ സമത്വത്തിൻ്റെ വലിയൊരു വാദിയാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, സിൽവി, ഞാൻ ഇന്നലെ രാത്രി 11:30 മണിക്ക് തനിച്ച് നടന്നു,
എന്നെ ഒരു വണ്ടിയിലെ ആണുങ്ങൾ വന്നിട്ട് ഷൂ വെച്ചു. ഞാൻ ചോദിച്ചു, ഷൂ വെച്ചതേ ഉള്ളൂ, എടുത്തിട്ടുണ്ട് പോയില്ലേ? എന്തിനാണ് നമ്മൾ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. ഇത് സമൂഹമല്ല ഉണ്ടാക്കിയത്, പ്രകൃതിയാണ്. അതാണ് ഓരോ പെണ്ണും മനസ്സിലാക്കേണ്ടത്. പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു പടി താഴെ എന്നുള്ള സാധനം, അതാണ് ഗർഭപാത്രം. അവിടെ പുരുഷനിട്ട് ചവിട്ടി അരയ്ക്കാൻ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് സമത്വമാണ് പറയുന്നത്? അവിടെയാണ് നിങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടതും. അല്ലാതെ അവൻ അപ്രോച്ച് ചെയ്യാൻ വരുമ്പം നോ പറയാനുള്ള കഴിവുണ്ടാകുന്നതാണ് സ്ത്രീയുടെ കഴിവ്. അവിടെയാണ് സ്ത്രീയുടെ അബലയല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ട്രാൻസ്ഫറിന് വേണ്ടി ഒരു ഓഫീസറിന് മുമ്പിൽ പോയി കെഞ്ചി, സാറേ എൻ്റെ ഭർത്താവ് ഇങ്ങനെ, സാറേ സുഖമില്ല സാറേ, എൻ്റെ പിള്ളേർക്ക് സുഖമില്ല സാറേ, എന്നെ ട്രാൻസ്ഫർ ചെയ്യും. എനിക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയോ പെണ്ണുങ്ങൾ ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ കരഞ്ഞിട്ടുള്ളവർ. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കുന്നതിന് എന്താ തെറ്റിയിരിക്കുന്നത്? അപ്പോൾ ഇതൊന്നും സ്ത്രീ സമത്വവും പുരുഷ സമത്വവും ഒന്നുമില്ല. ഒരു സ്ത്രീയും ഒരവൻ്റെ അടിമയല്ലാന്ന് തീരുമാനിക്കുന്ന അന്ന് അത് അവനവൻ തീരുമാനിക്കണം. അവനവൻ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോരാൻ പഠിക്കണം. രണ്ടുപേര് തമ്മിൽ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പഠിക്കുന്ന അന്ന് നിങ്ങൾ വിജയിച്ചു. അത് പുരുഷനായാലും കൊള്ളാം, സ്ത്രീ ആയാലും കൊള്ളാം. ഞാൻ ഈ പറയുന്നത് സ്ത്രീകൾ മാത്രമൊന്നുമല്ല അനുഭവിക്കുന്നവരുള്ളത്, തിരിച്ചനുഭവിക്കുന്ന ആണുങ്ങളെയും എനിക്കറിയാം. അപ്പോൾ ഇത് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എല്ലായിടത്തും ഉണ്ട്. അതിനകത്ത് സമൂഹം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. അവരെ വെട്ടി വീഴ്ത്താൻ എങ്ങനെ ചെയ്യണമെന്ന് കണ്ടുപിടിച്ച് ഉയരുന്നതാണ് സാമർഥ്യം, അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സ്ത്രീ ദുർബലയാണെന്ന് ആരാണ് പറഞ്ഞത്? പക്ഷേ ഏതോ ഒരു ഉണ്ണിയാർച്ചയുണ്ടായി അല്ലെങ്കിൽ ഒരു ഇന്ദിരാഗാന്ധി ഉണ്ടായി എന്നും പറഞ്ഞ് നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ അവരെ പോലെ ആകണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അവരൊരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. ഉണ്ണിയാർച്ചയ്ക്ക് ചുറ്റും തോഴിമാരുണ്ടായിരുന്നു. ഞാൻ പണ്ടൊരിക്കൽ എവിടെയോ കേട്ടിരുന്നു, ശ്രീലേഖ IPSൻ്റെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയപ്പം അവർ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ രാത്രിയിൽ ഇറങ്ങി നടക്കണം, എൻ്റെ കയ്യിൽ തോക്കുണ്ട്. പോലീസിൻ്റെ കയ്യിൽ തോക്കുണ്ട്, സാധാരണ സ്ത്രീയുടെ കയ്യിൽ എവിടെയാണ് തോക്കുള്ളത്? പിന്നെ എന്തിനാണ് രാത്രിയിൽ ഇറങ്ങി നടന്നിട്ട് ഇത്ര അത്യാവശ്യം എന്താ ഉള്ളത്? രാത്രി പോയി പർച്ചേസ് ചെയ്യണമെന്ന് എന്നാ ഇത്ര നിർബന്ധമുള്ളത്? പ്രായമായ അമ്മച്ചിമാർ, പണ്ടത്തെ വല്യമ്മച്ചിമാർ പറഞ്ഞു വെച്ച വാക്കുകൾ അച്ചട്ടാണ്. അവർ നമ്മളോളം സമർത്ഥരല്ലെന്നേ ഉള്ളൂ. ദേ വർ ജീനിയസ്. ഈ കിടന്ന് കാണിക്കുന്ന ബഹളമൊന്നും ഇല്ലാതെ അന്നത്തെ അമ്മച്ചിമാർ തലയണ മന്ത്രം കൊണ്ട് വിരലിൻ്റെ ചുറ്റിനും ഇട്ട് വട്ടം കറക്കിയിരുന്നത് ഭർത്താവിനെയും മക്കളെയും. അത് വല്യമ്മച്ചിമാരെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. തലയണ മന്ത്രത്തിലൂടെ ഒരു ഭർത്താവിനെയും ആമക്കളെയോ പെമ്മക്കളെയോ ആരെയും വിരലിട്ട് വളച്ച് ചുറ്റിച്ചെടുത്തുകൊണ്ടിരുന്ന വല്യമ്മച്ചിമാരുണ്ട്. കയ്യിലെ താക്കോൽ കൂട്ടം ഒരിക്കൽ പോലും വിട്ടുകളിക്കാതെ അവരത് സൂക്ഷിച്ചിരുന്നത് അവർക്ക് സ്വത്തിനോടുള്ള മോഹം കൊണ്ടായിരുന്നില്ല, കുടുംബം തകരാതെ വെച്ചുകൊണ്ടിരിക്കാനായിരുന്നു. ഇതൊക്കെ ഞാൻ നേർക്കാഴ്ചകളിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ വല്യമ്മച്ചിമാർ തന്നെയായിരുന്നു മിടുക്കികൾ. അപ്പം ഇതിന് വിപ്ലവമൊന്നും ആവശ്യമില്ല. ഒരു സ്ത്രീ എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ത്രീയാണ് എന്നതിൽ ദുർബലയാണെന്ന് എനിക്ക് ഒരു തോന്നലുമില്ല. കാരണം 10 പുരുഷന്മാർ വന്നാൽ ലേബർ റൂമിൽ നിന്ന് പ്രസവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റ പ്രസവം പോലും അവർ ചെയ്യത്തില്ല. ലോകത്തൊരിടത്തും റിയൽ ലേബറാണ് ലേബർ റൂമിൽ നടക്കുന്നത്. ഹെഡ് ലോഡ് വർക്കർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ലേബർ എന്നല്ല കൊടുത്തിരിക്കുന്നത്. ലേബർ ചെയ്തിരുന്ന ഒരേ ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് സ്ത്രീയാണ്. അത് അവളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രകൃതിക്ക് കറക്റ്റായിട്ട് ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വിപ്ലവം കാണിക്കുന്നത്? വിപ്ലവം കാണിച്ച് സ്വന്തം നിലനിൽപ്പ് പോലും എങ്ങനെ ചെയ്യണമെന്നറിയാത്തൊരു ജനറേഷനാണ് ഇപ്പോൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ? ഞാൻ പറയും, ഇപ്പം മരിച്ചു എന്നുള്ളതിൻ്റെ ദുഃഖമുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദാറ്റ് ഈസ് ദ അട്ടർ നോൺസെൻസ് ഹി ഹാസ് ഡൺ. ഏതോ ഒരു പെണ്ണെടുത്ത് ഫോട്ടോ എടുത്തിട്ട്
മീഡിയയിലിട്ട അവൾ ഇട്ടിട്ട് പോട്ടെ. ഈ മീറ്റു പറയുന്നവരും ഇപ്പം രാഹുൽ മാങ്കൂട്ടം അങ്ങേരിപ്പോൾ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം അങ്ങനെയാണെങ്കിൽ? ഒരു പെണ്ണ് കഴിഞ്ഞ് രണ്ടാമത്തെ പെണ്ണായി. ഞാൻ ചോദിക്കുന്ന ഈ ഒരൊറ്റ പെണ്ണും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നതല്ലാതെ ഇവരൊന്നും പിക്ചറിലേക്ക് വരുന്നില്ലല്ലോ. എന്നെ ഗർഭിണിയാക്കി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പുരുഷൻ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ചെയ്യുമോ? മനസ്സാലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അവരുടെ പുറകെ ഫ്രണ്ട്ഷിപ്പ് കളിച്ച് നടക്കുമ്പോൾ ഓർക്കണം. അതിനാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്, അമ്മച്ചിമാർ പറഞ്ഞിരിക്കുന്നത്, തീയും വിറകും അടുത്തടുത്ത് വയ്ക്കരുത്. ഇതൊക്കെ പഴയ അമ്മച്ചിമാർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നപ്പോൾ വിപ്ലവ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ, ഈ പറയുന്ന പെണ്ണുങ്ങളൊന്നും ഈ വിപ്ലവം പറയുന്നതല്ലാതെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അപ്പം നമുക്ക് ജീവിക്കാൻ എന്നാ, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. ഒരാൾക്കും അടിമപ്പെടാതെ, നമ്മളൊരു ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പിന് പോവാതെ നമ്മളെ നോക്കി ജീവിക്കുക. മറ്റുള്ളവർ നമ്മളെ എന്ത് കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് മൈൻഡ് ചെയ്യാതിരിക്കുക. ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന് കരുതി കഴിഞ്ഞാൽ ആത്മഹത്യയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു പുരുഷൻ എനിക്ക് ഭ്രാന്താന്ന് പറയുന്നു. 6 ആക്സിഡൻ്റ് ഉണ്ടാക്കിയയാൾ. അപ്പം ഞാൻ സൈക്കാട്രിയുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ്, അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ആക്സിഡൻറ്റ്, ബിക്കോസ് യു ആർ ലുക്കിംഗ് ആഫ്റ്റർ ഹിം വെരി വെൽ. അങ്ങനൊരു പുരുഷൻ ഭർത്താവായിരിക്കുകയും അമ്മ പ്രാന്തിയാണെന്ന് പറയുന്ന ഒരു അമ്മയും മൂത്ത മകളും, അയ്യോ എൻ്റെ സ്റ്റുഡൻ്റായിരുന്നപ്പോൾ അവൾ നല്ല മിടുക്കിയായിരുന്നു, ഇപ്പം പ്രാന്തായപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും, സഹതപിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന എൻ്റെ മകളുടെ അമ്മായിമ്മ ചിറത്തിലാട്ടെ ജ്യോതിസിലെ സൂസൻ എന്ന മൗണ്ട് കാർമൽ BEd കോളേജിലെ ലെക്ചറർ. വേറെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് പേരുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ചിന്തയിൽ ഒന്നേ ഉള്ളൂ, ഞാൻ ചെറുപ്പകാലം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ വളരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആരോടൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കും. അവർക്കേ എന്നെ ഭരിക്കാനുള്ള അധികാരമുള്ളൂ, അവർക്കേ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ല, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആർക്കും ഏത് പട്ടിക്കും ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയെന്ന് തീരുമാനിക്കുന്നത് അവിടെയായിരിക്കും. എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ള ആരാണോ അവർ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അതിൽ the first and the foremost is the God, the Almighty, the universe, whoever it is, that supernatural power. കാരണം ഞാൻ ജനിച്ച എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നിമിഷം തൊട്ട് അവിടെ നിന്നിങ്ങോട്ട് ഞാൻ വന്ന എല്ലാ സ്ട്രഗിളിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, ഞാൻ തകരാതെ എന്നെ താങ്ങിപ്പിടിച്ച, എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്ന, എന്നെ സ്ട്രോങ് ആയി സൂക്ഷിക്കുന്ന, തകരാതെ തളരാതെ എന്നെ എപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്ന ആ ഒരു സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവർ. മൈ ഫാദർ, മൈ മദർ, മൈ ബ്രദർ, all these people are the one to whom I am accountable. അവർ പറയുമ്പം അതിലെ അന്തസ്സത്തെ ഞാൻ ഉൾക്കൊള്ളും, അല്ലാത്തവരെ ഞാൻ പോടാ പുല്ലെന്ന് പറയും. അങ്ങനെ ജീവിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. അതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം ഓഫ് ആൻ എഡ്യൂക്കേഷൻ. ഞാനൊരു BEd ടീച്ചറും കൂടിയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് എയിം ഓഫ് ആൻ എഡ്യൂക്കേഷൻ. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ that's your choice. And according to me, that person is not eligible to live in this world. Sorry. I felt ഇത്രയും വലിയ വിപ്ലവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും ഞാൻ കണ്ടു. എന്നെ അങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തിട്ട് പൂശുക. ഒരു പുരുഷനെ നടുറോട്ടിലിട്ട് റേപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ അയാൾക്ക് വിധേയനാകുമെന്ന് അയാൾക്ക് ഉറപ്പൊന്നും അപ്പോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവിൽ ഇതുവരെയും ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോടും പറയുന്നൊരു കാര്യമുണ്ട്, പുരുഷന്മാർ നിങ്ങൾ ഈ മീനെ പിടിക്കാൻ ചൂണ്ടയുടെ അറ്റത്ത് ഏരയിടുന്ന പോലെയാണ് അവർ ചെയ്യുക. They will check whether you will get into that. അങ്ങനെ കിട്ടുമെന്നുള്ള അറിയാവുന്നവരെ മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ.
ദാറ്റ് മീൻസ് ഇറ്റ്സ് ദ ഫോൾട്ട് ഓൺ യുവർ പാർട്ട്. ഞാൻ വീണാൽ ഞാൻ എൻ്റെ ഭാഗത്താണ് ആ ഫോൾട്ട് കിടക്കുന്നത്. ഞാൻ സ്ട്രോങ് അല്ല. എന്നെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മീറ്റു ഉണ്ടെങ്കിൽ, ഐദർ യു ഹാവ് ഗോൺ ഫോർ സം കൈൻഡ് ഓഫ് ഹെൽപ്പ് ഫ്രം ദ മാൻ. ഒബ്ലിഗേഷന് പോകുമ്പോഴാണ് ഒരു പുരുഷന് വിധേയപ്പെടാൻ ഏത് സ്ത്രീയും ബാധ്യസ്ഥയാകുന്നത്. ഒബ്ലിഗേഷൻ ഇല്ലെങ്കിൽ ദെൻ യു സേ എ ബിഗ് നോ. ഞാൻ BEd കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ലൈഫിലെ മൊത്തം ഇതെടുത്തു നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടയം മൗണ്ട് കാർമലിലെ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ്, ദ പ്രിൻസിപ്പൽ ഓഫ് കോട്ടയം മൗണ്ട് കാർമൽ BEd കോളേജ്. സിസ്റ്റർ പറഞ്ഞൊരു വാചകമുണ്ട്, യു മസ്റ്റ് റീഡ് എ ബുക്ക് ആൻഡ് ദാറ്റ് ബുക്ക് ഈസ് കോൾഡ് സേ യെസ് നെവർ സേ യെസ്. ഒരു ബുക്കിൽ സിസ്റ്റർ പറഞ്ഞു തന്നതാണ്, വെൻ യു വോണ്ട് ടു സേ എ നോ നെവർ സേ യെസ്. അതാണ് പഠിക്കേണ്ടത്. നോ പറയേണ്ടടുത്ത്, അത് പള്ളിയിലച്ഛനായാലും കൊള്ളാം, തിരുമേനി ആയാലും കൊള്ളാം, CA ആയാലും കൊള്ളാം, പോലീസുകാരനായാലും കൊള്ളാം. വെൻ യു വോണ്ട് ടു സേ എ നോ, സേ എ നോ, നെവർ സേ യെസ്. ഒരു പോലീസുകാരനെ കാണുമ്പോൾ നിങ്ങളെന്തിനാ മുട്ടടിക്കുന്നത്? കള്ളനല്ലേ മുട്ടടിക്കേണ്ട കാര്യമുള്ളൂ. പോലീസ് ഇസ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഹിസ് കരിയർ ഓൺലി. പോലീസുകാരനെ കാണുമ്പോൾ നമ്മൾ മുട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആസ് ലോങ് ആസ് ഐ എം നോട്ട് എ കൾപ്രേറ്റ്, എനിക്കതിനകത്ത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഒരു പോലീസുകാരനെ പേടിക്കുന്നത്? കള്ളനാണ് മുട്ടടിക്കേണ്ടത്, അല്ലാതെ ഞാൻ എന്തിനാണ് കാണുന്നത് ലോകത്തുള്ള എല്ലാ പോലീസിനെയും പേടിക്കുന്നത്? ഞാൻ എന്തിനാണ് ലോകത്തുള്ള എല്ലാ ജഡ്ജിമാരെയും അഡ്വക്കേറ്റ്സിനെയും പേടിക്കുന്നത്? ഇപ്പം വാഴക്കാലയിൽ, എറണാകുളത്ത് വാഴക്കാലയിലുള്ള ജനറസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ആഫ്റ്റർ ഓൾ ഹീ ഈസ് ഓൺലി എ മാൻ ഫോർ മീ. ഏക്കെന്ന പൂക്കെന്ന എന്നറിയാതെ കണ്ടവൻ്റെ ലൈഫിൽ കയറി ക്രിറ്റിസിസം പറയുന്നവനെ ഞാൻ എന്തിനു വില വയ്ക്കണം? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ വ്യക്തികളെ വ്യക്തമായി അറിയുന്ന ഒരേ ഒരാളെ ഈ ലോകത്തിലുള്ളൂ. കിടപ്പറയിലേക്ക് കയറുന്ന പുരുഷനെ അവൻ്റെ സ്ത്രീയും, ആ സ്ത്രീയെ ആ പുരുഷൻ യഥാർത്ഥത്തിൽ അറിയുന്നവർ. ആ പുരുഷൻ്റെ അപ്പനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒരു ചുക്കും അവനെപ്പറ്റി അറിയില്ല. അതുപോലെ തന്നെയാണ് സ്ത്രീയെപ്പറ്റി. അവളുടെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒന്നും അവളെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. അതറിയുന്നത് ആ ബെഡ്റൂമിൽ അറിയുന്ന പുരുഷന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് പരസ്പരം ഇങ്ങനെ പെണ്ണുങ്ങൾ ആണുങ്ങളെ അവഹേളിച്ച്, ആണുങ്ങൾ പെണ്ണുങ്ങളെ അവഹേളിച്ച് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് മഹാമണ്ടന്മാരാ. എത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് വാങ്ങിച്ചവരാണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങളിൽ നല്ലവരില്ലേ? ആണുങ്ങളിൽ നല്ലവരില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ആണുങ്ങളിൽ നല്ലവർ. എനിക്കറിയാവുന്നവരുണ്ട് വളരെ നല്ല ആണുങ്ങൾ. പെണ്ണുങ്ങളിലും വളരെ നല്ല പെണ്ണുങ്ങളുണ്ട്. ബാക്കിയുള്ളവരെ യൂട്ടിലൈസ് ചെയ്ത് എന്തിന്? പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങൾ എത്ര പേരുണ്ട്? ഉണ്ട്. അതിനൊരു ഉദാഹരണമല്ലേ ഞാൻ പറഞ്ഞത്. പാല സെയിൻറ്റ് ജോസഫ്സ് കോളേജിലെ മെക്കാനിക്കൽ ഡിവിഷനിലെ ഡോൺ ജോർജ് കുര്യൻ, ചെറുത്തലാട്ടെ ജ്യോതിസ് എന്ന് പറയുന്ന വീട്ടിലെ ഡോൺ ജോർജ് കുര്യൻ, അവൻ്റെ അമ്മ ഷീസ് എ BEd കോളേജിലെ ടീച്ചർ. എന്നിട്ട് സ്വന്തം മകൻ്റെ ഭാര്യയോട് നീ അമ്മയുടെ അടുത്ത് പോകണം, നിന്നെ ഇതുവരെ വളർത്തിയ ഒരു അമ്മയാണത്, കല്യാണത്തിന് പോലും അവരാണ് കിടന്ന് കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നീ അമ്മയെ പോയി കണ്ടിട്ട് പോരെ, പോയി സംസാരിച്ചിട്ട് പോരെ. അവളെ ഒരു നോക്ക് പോലും കാണാൻ അമ്മയ്ക്ക് വിടാതിരിക്കുന്ന ആ സ്ത്രീ എങ്ങനെ സ്ത്രീയാകും? ജീവിതത്തിൽ ഞാൻ കണ്ടതിലേക്കും ഏറ്റവും വൃത്തികെട്ട സ്ത്രീയാണ് അവരെന്ന് ഞാൻ പറയേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവരെ നമ്മളെ എന്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നു നോക്കിയിട്ടല്ല നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ച് ജീവിക്കാൻ തുടങ്ങണം. അപ്പം നമ്മൾ ജീവിക്കും. ഈ മരിച്ച ചെറുക്കനേക്കാൾ എത്ര അപവാദങ്ങളിലൂടെ എത്ര കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. അവരാരും ആത്മഹത്യ ചെയ്തില്ലല്ലോ. സോ ഐ ഫീൽ പിറ്റി ഫോർ ദാറ്റ് ബോയ്. ഹീ ഈസ് നോട്ട് എലിജിബിൾ ടു ലിവ് ഇൻ ദിസ് വേൾഡ്. അതേ എനിക്ക് പറയാനുള്ളൂ. ആ പെണ്ണൊട്ടും മോശമെന്നല്ല ഞാൻ പറയുന്നത്. അവളെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടത് പബ്ലിക് റോഡിലിട്ട് അടിക്കണം, അങ്ങനെയുള്ള പെൺപിള്ളേർ.
ആണുങ്ങളെ യൂട്ടിലൈസ് ചെയ്ത് ആണുങ്ങളുടെ കയ്യിൽ നിന്ന് ബെനിഫിറ്റും വാങ്ങിച്ച് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പറ്റിക്കപ്പെട്ട എത്ര പെണ്ണുങ്ങളെ അവൻ പ്രേമിച്ച് നടന്നിട്ട് അവൻ്റെ കാശ് ഊറ്റിക്കൊണ്ടുപോയ കഥ അവൻ പറയുന്നു. അങ്ങനെ എത്ര ചെറുക്കന്മാർ. അപ്പം പെണ്ണിനെ പുരുഷൻ പറ്റിച്ചു എന്നും മാത്രം പറയണ്ട, ആണുങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കമ്മീഷൻ ഉണ്ടാക്കി, ഞാൻ ചോദിക്കട്ടെ, പെണ്ണുങ്ങൾക്കൊരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ഭാവന എന്ന് പറയുന്ന നടിക്ക് ഇതുവരെ ഒരു നീതിയും ന്യായവും ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പെണ്ണിൻ്റെ കമ്മീഷനും പറ്റിയില്ലല്ലോ, ഒരു കോടതിക്കും പറ്റിയില്ലല്ലോ. കോടതിയും യൂസ്ലെസ്സാണ്, പോലീസുകാരും യൂസ്ലെസ്സാണ്. ഞാൻ പറയുകയാണെങ്കിൽ ജന്മത്ത് കഴിയുമെങ്കിൽ പോലീസ് സ്റ്റേഷനും കോടതിയും കയറാതിരിക്കുക. തെണ്ടിയാലും കുഴപ്പമില്ല, അവിടേക്ക് കയറരുത്. കാരണം നീതി കിട്ടുമെന്ന് കരുതിയ ഒരു നീതി കോടതിയിലും, ഞാൻ പണ്ട് സ്കൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ആകണമെന്ന്. ഇപ്പോൾ ഉള്ള കോടതിയും ജഡ്ജിമാരും അഡ്വക്കേറ്റ്സിനെയൊക്കെ കാണുമ്പോൾ കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് പൊളിറ്റീഷ്യനെ പോലെ അവർക്കിത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ആത്മഹത്യ ചെയ്ത പയ്യൻ പക്ക ഡിസേർവിങ് അല്ലാത്തൊരാളാണ്. ഏതോ ഒരു പെണ്ണ് എൻ്റെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഈ ജീവിതം കളയാനായിട്ട് അവനോളം മണ്ടൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. അവൻ ഇത്രയും കാലം പഠിച്ചത് വേസ്റ്റാണ്. ബീങ് എ ടീച്ചർ ഐ ക്യാൻ സേ ഇറ്റ് സ്ട്രോങ്ലി. എനിക്കറിയാം, ഞാൻ ബോംബെയിൽ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ പഠിക്കുന്ന സമയത്ത് മലയാളിയായ ഒരു ഡോക്ടറുടെ മകള് സ്കൂളിലെ ടോപ്പറായിരുന്നു. അവിടുത്തെ കുറേ ഡ്രഗ് അഡിക്ട്സ് പിള്ളേർ, ഐ ആം ടോക്കിംഗ് അബൌട്ട് 1986, ആ സ്കൂളിലെ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ സ്കൂളിലെ ജൂനിയർ കോളേജിലെ ബോയ്സ് മലയാളികൾ തന്നെ ഡ്രഗ് അഡിക്ട്സ്. അതിലൊരുത്തൻ ആ പെൺകുട്ടിയെ, ഡോക്ടറുടെ മകളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് ആൽബം ഉണ്ടാക്കി, അവളുടെയും ഫോട്ടോ ചേർത്ത് ആൽബം ഉണ്ടാക്കി അവിടെ സർക്കുലേറ്റ് ചെയ്തിരുന്നു സ്കൂളിൽ. സ്കൂൾ ഭിത്തികളിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. ഞാൻ കണ്ടില്ല ആ കുട്ടി ആത്മഹത്യ ചെയ്ത്. ആ പെൺകുട്ടിയുടെ കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവൾ ആത്മഹത്യ ചെയ്തില്ല. ഷി വാസ് ദ ടോപ്പർ ഓഫ് ദറ്റ് സ്കൂൾ. അവൾ ആത്മഹത്യ ചെയ്തില്ല. അപ്പോൾ ഈ ചെറുക്കൻ ആത്മഹത്യ ചെയ്തതുപോലാണെങ്കിൽ ആ കൊച്ചു എന്നെ ആത്മഹത്യ ചെയ്യണം? ഈ എല്ലാ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും പിന്നിൽ, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ അമ്മമാർ തന്നെയാണ് ഇതിനകത്തെ കാരണക്കാർ. ഒരു പയ്യനെ കല്യാണം കഴിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ചെറുക്കനെയും പെണ്ണിനെയും വേറെ ജീവിക്കാൻ വിടുന്നില്ല? സ്വന്തം വീട്ടിൽ പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? ഈ കെട്ടുന്ന പെണ്ണിൻ്റെ അമ്മയ്ക്കും അപ്പനും അവരെ കാണണ്ടേ? അവരെ അറിയണ്ടേ? അവരുടെ സ്നേഹം പങ്കിടണ്ടേ? അതിന് മനുഷ്യത്വം എന്നല്ലേ പറയുന്നത്? അതുപോലെ തന്നെ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഈ ഈക്വാളിസം പറയുന്ന എത്ര അവളന്മാരുടെ വീട്ടിലാണ് അവരുടനെ മോളെ ഇച്ചിരി ചായ എടുത്തുകൊണ്ട് വന്നേ, മോളെ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വന്നേ ഇവർക്ക് എന്ന് പറയാത്തവർ എന്തുകൊണ്ട് മകനോട് പറയുന്നില്ല? സ്ത്രീ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറയില്ല സ്ത്രീ സ്വാതന്ത്ര്യം വരണമെന്ന്. എൻ്റെ സ്വാതന്ത്ര്യം ആരും പിടിച്ചു വെച്ചിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് നന്മയ്ക്കാണോ അവർ പറയുന്നതെന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സൈനിങ് ഓഫ്.